ഹലോ. കളം മാറി, കഥ മാറി. ഇപ്പോൾ പണിപ്പുരയിൽ ഇടിയുടെയും മിന്നലിൻ്റെയും ശബ്ദം മാത്രം. പണികൾ ഓരോന്നും കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട്. ചില കുസൃതികളും ഈ പണിപ്പുരയിൽ നടക്കുന്നുണ്ട് കേട്ടോ. ചേട്ടൻ്റെ കൃത്യതയും അനിയൻ്റെ വേഗതയും ഒന്നിച്ചപ്പോൾ പണികൾ വിചാരിച്ചതിലും വേഗത്തിലാണ് നടക്കുന്നത്. ഓരോ കമ്പിയും ഓരോ ഷീറ്റും അത്രമേൽ പെർഫെക്റ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. കഠിനാധ്വാനത്തിൻ്റെ ഓരോ നിമിഷവും ഈ വണ്ടി റോഡിലിറങ്ങുമ്പോൾ കിട്ടുന്ന ആ ലുക്കിന് വേണ്ടി ഇരുവരും ഒരൊറ്റ മനസ്സോടെയാണ് പണിയെടുക്കുന്നത്. ഈ ബോഡി പണി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു കേട്ടോ. ബോഡി പണി ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ മനസ്സുള്ള കുറേ നല്ല മനുഷ്യർ അവരുടെ വാതിലുകൾ ഞങ്ങൾക്ക് വേണ്ടി തുറന്ന് തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ വണ്ടിയുടെ വലുപ്പം കാരണം ഒരിടത്തും വണ്ടി കയറ്റാൻ പറ്റിയില്ല. സഹായിക്കാൻ ശ്രമിച്ച ആ നല്ല മനസ്സുകളോട് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളുടെ ഈ വീഡിയോ ഒരുപക്ഷെ ആ ചേട്ടനും കുടുംബവും കാണുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ഒരു വലിയ പ്രതിസന്ധിയിൽ ഞങ്ങൾക്ക് താങ്ങായി നിന്നത് നിങ്ങളാണ്. നല്ല മഴയുള്ള ഈ സീസണിൽ പോലും ഒരു മടിയും വിചാരിക്കാതെ ഈ വണ്ടിയിട്ട് പണിയാൻ എല്ലാ സൗകര്യവും ഒരുക്കി തന്ന ആ നല്ല മനസ്സിന് മുന്നിൽ കൈകൂപ്പി നന്ദി പറയുന്നു. നിങ്ങളുടെ ഈ വലിയ സ്നേഹം ഞങ്ങളുടെ കുടുംബം ഒരിക്കലും മറക്കില്ല കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടുമായി കൂടെ നിൽക്കുന്ന ഒരു ഫാമിലിയും കൂടാണത്. ഈ വണ്ടിക്ക് വേണ്ടി ഒരുപാട് രാത്രികളാണ് ഏട്ടൻ ഉറങ്ങാതെ കളഞ്ഞത്. പകൽ മുഴുവൻ കഠിനമായി പണിയെടുത്ത് തീർത്തിട്ടും രാത്രികളിൽ ആ വെൽഡിംഗ് ലൈറ്റിൻ്റെ കടും വെളിച്ചം കണ്ണിലടിച്ചു കയറി എത്രയോ വട്ടം ഉറങ്ങാൻ പറ്റാതെ കിടന്നത് ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. കണ്ണുകൾ നീറിപ്പുകയുമ്പോഴും ആ സ്വപ്നം പൂർത്തിയാക്കാൻ ഏട്ടൻ കാണിച്ച ആ മനസ്സ് എനിക്ക് നന്നായിട്ടറിയാം. ഏട്ടൻ രാത്രി മുഴുവൻ ഉറക്കമിളച്ച് കണ്ണിൽ വെളിച്ചമടിച്ചാണ് പണിതതെങ്കിൽ ഈ വണ്ടിയുടെ ഓരോ കോണിലും അനിയൻ്റെ കൈ പൊള്ളിയ പാടുകളുണ്ട്. തിളച്ചു മറിഞ്ഞ തീപ്പൊരികൾ വീണ് കൈകൾ പൊള്ളിയപ്പോഴും അവനത് ആരോടും പറയാതെ ഒളിച്ചു വെച്ചു. കാരണം തൻ്റെ ഏട്ടൻ്റെ കഷ്ടപ്പാട് കുറയ്ക്കണം എന്ന ചിന്ത മാത്രമായിരുന്നു ആ അനിയന്. ഒരു ചോരയും വിയർപ്പും ഒഴുക്കാൻ സ്വന്തം അനിയൻ കൂടെയുള്ളപ്പോൾ ഏട്ടൻ മറ്റൊന്നും നോക്കിയില്ല കേട്ടോ. ഇവരുടെ ഈ കട്ട കൂട്ടുകെട്ടിനെ ഓർത്ത് ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ബോഡി പണിയുടെ കൂടെ ദാ ഈ സൈഡിൽ ഒരു പെട്ടിയും തയ്യാറാക്കിയിട്ടുണ്ട്. ദൂരയാത്രകൾ പോകുമ്പോൾ ഡ്രസ്സ് മാറി സൂക്ഷിക്കാനും വണ്ടിയുടെ ടൂളുകളും അത്യാവശ്യ സ്പെയർ പാർട്സും ഒക്കെ സുരക്ഷിതമായി വെക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെയാണ് വണ്ടിയുടെ ബാറ്ററിയുടെ സുരക്ഷയ്ക്കു വേണ്ടി അവിടെ ഒരു പെട്ടി പോലെ പ്രത്യേകം ഉണ്ടാക്കിയിട്ടുണ്ട്. മഴയോ പൊടിയോ അതൊന്നും അടിക്കാതെ അതൊന്നും മോഷ്ടിക്കപ്പെടാതെയും ബാറ്ററി എപ്പോഴും സേഫ് ആയിരിക്കാൻ ഇത് സഹായിക്കും. പണി തീരാതെ വന്നപ്പോൾ ഏട്ടൻ 2 കൂട്ടുകാരും വന്നിട്ടുണ്ടായിരുന്നു. ഇനി വണ്ടിയുടെ ബാക്കിലേക്ക് നോക്കിയാൽ അവിടെയും മനോഹരമായിട്ട് തന്നെയാണ് വെൽഡിംഗ് വർക്കുകൾ ചെയ്തെടുത്തിരിക്കുന്നത്. ലോഡ് കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും വണ്ടിക്ക് നല്ല ഉറപ്പും ബലവും കിട്ടാൻ പാകത്തിനാണ് പുറകിലെ ഓരോ ഇഞ്ചും വെൽഡിംഗ് ചെയ്ത് സ്ട്രോങ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ ബോഡി പണികളും വെൽഡിംഗ് വർക്കുകളും ഒക്കെ ഇതാ വിജയകരമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വരുന്നത് ഇതിലും വലിയൊരു മാസ് പരിപാടിയാണ്. അതെ, ഇനി നമ്മുടെ വണ്ടിയുടെ പെയിൻ്റ് അടിയുടെ സമയമാണ്. അപ്പോൾ അടുത്ത വിശേഷം അതായിക്കോട്ടെ. അപ്പോൾ വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞ് ഈ വണ്ടി ഒന്ന് ഇറങ്ങി കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നവരുണ്ട്. നേരിട്ടും അല്ലാതെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ കൂടെ നിൽക്കുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ചേട്ടനും അനിയനും ഞങ്ങളെല്ലാവരുമായിട്ടുള്ള യാത്ര ഇനിയും തുടരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.